അജിംഷാദ് ഈ മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ ശബരിമല ഭക്തർ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇല്ല, അജിംഷാദ് വെറുതെ പറഞ്ഞു പോകരുത്. ഈ മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ ഇവിടെ ഈ സർക്കാർ ഈ ദേവസ്വം ബോർഡിന്റെ മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ, കൃത്യമായിട്ടുള്ള ഏകോപനം ഇല്ലാതെ വന്നപ്പോൾ ഇവിടെ 8 മണിക്കൂർ അടക്കം ക്യൂ നിൽക്കേണ്ടി വന്ന സാധാരണക്കാരായിട്ടുള്ള പാവം പിടിച്ച അയ്യപ്പ ഭക്തരെ നമ്മൾ കണ്ടതാണ്. കുടിവെള്ളം പോലും ലഭ്യമാക്കാതെ വന്ന അയ്യപ്പ ഭക്തരെ നമ്മൾ കണ്ടതാണ്. ശൗചാലയങ്ങളിൽ ജലം പോലും ലഭ്യമാക്കാത്ത അയ്യപ്പ ഭക്തർ ബുദ്ധിമുട്ടുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ശ്രീ എം ജയചന്ദ്രൻ, അതായത് ഇവിടെ അഖിൽ AS പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഈ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ വികസനം, യഥാർത്ഥത്തിൽ 62 ലക്ഷം പേർ പെൻഷൻ വാങ്ങുന്ന, ഇത്രയേറെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തും ഒക്കെ ലോകത്തിന് തന്നെ മാതൃകയായത്, എന്തിന് നീതി ആയോഗിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ തന്നെ ഏറ്റവും മികച്ച് ഒന്നാമതായി നിൽക്കുന്ന ഒരു ഒട്ടനവധി മേഖലകളുള്ള കേരളം. ആ കേരളത്തിൽ വികസനം ഇറക്കുമതി ചെയ്യാമെന്ന് ആരാണ് പറയുന്നത്? BJP പറയുന്നത്. അവിടെയാണ് ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചത്. ബീഹാറിൽ നിന്നും, ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ബീഹാറിൽ നിന്നും UP-യിൽ നിന്നുമൊക്കെ ഇവിടെ ഭിക്ഷയാചിക്കാൻ പോലും ആൾക്കാർ എത്തുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന്. അവരാണ് വികസനം ഇവിടെ ഇറക്കുമതി ചെയ്യുമെന്ന് പറയുന്നത്. ഇതൊക്കെ ജനങ്ങൾ കാണും അല്ലേ? ഒപ്പം കോൺഗ്രസിൻ്റെ പ്രതിനിധി തൗഫീഖ് പറഞ്ഞ കാര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ അതെ അജിംഷാദ്, അത് ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് അവർ പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളോടൊന്ന് പറഞ്ഞു പോയിക്കോട്ടെ. ഞാൻ ഇത്തരം ഈ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഒരു കാരണവശാലും മറ്റ് പൊതുവിഷയങ്ങൾ എടുക്കരുത് എന്ന് ആഗ്രഹിച്ച് ചർച്ചയ്ക്ക് വരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുക്കാറുള്ള ആ കാര്യത്തിലാണ്. പക്ഷേ പാനലിസ്റ്റുകൾ അങ്ങനെ പറഞ്ഞ് നിർബന്ധപൂർവ്വം അവരത് തന്നെ പറയുമ്പോൾ നമുക്കതിലേക്ക് വരാതിരിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ശ്രീ തൗഫീഖ് രാജനും ശ്രീ AS അഖിലും രണ്ടുപേരും സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അമ്പലക്കള്ളന്മാർ ആണല്ലോ, ശബരിമല കൊള്ള ആണല്ലോ. അപ്പൊ അതൊന്നും സൂചിപ്പിക്കാതെ പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരോടും കേട്ടോ, തൗഫീഖിനോടും അഖിലിനോടുമാണ് പ്രധാനമായിട്ടും ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ SIT അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ബെഞ്ച്, ദേവസ്വം ബെഞ്ച് ഉത്തരവ് പ്രഖ്യാപിക്കുമ്പോൾ അവർ പറഞ്ഞ തുടക്കത്തിലെ പേജിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല, മറിച്ച് ഇതിലൊരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട്. ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട്, അത് അന്വേഷിക്കണം. അത് SITയോട് പ്രധാനമായിട്ട് ഊന്നി പറയുകയാണ്. ഞാൻ അവിടെ തന്നെയാണ് ഇവിടെ ഊന്നുന്നതും. എന്താണ് തൗഫീഖ്, എന്താണ് അഖിലെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണമുണ്ട്. അത് ഈ ദേവസ്വം ഭരണത്തിന് 2 പാർട്ടുണ്ട്. ഒന്ന് റിച്വലിസ്റ്റിക് പാർട്ടാണ്, ഒന്ന് പ്രധാനപ്പെട്ടത്. അത് കൈകാര്യം ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തന്ത്രിയും മേൽശാന്തിയും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന വിഭാഗത്തിൻ്റെയാണ് ആചാരങ്ങളിലെ അനുഷ്ഠാനങ്ങളുടേതായ വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. അതാണ് റിച്വലിസ്റ്റിക് പാർട്ട്. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് പോർഷനാണ്, അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടാണ്. അത് പൂർണ്ണമായിട്ടും കൈകാര്യം ചെയ്യുന്നത് ദേവസ്വം വകുപ്പാണ്, സംസ്ഥാന സർക്കാരിന്റെ സെക്രട്ടേറിയറ്റിലെ ദേവസ്വം വകുപ്പ്. അപ്പൊ അവർക്ക് കൈകാര്യം ചെയ്യേണ്ടത് അത് മാത്രമേ ഉള്ളൂ. അപ്പം SIT എന്താണ് പറയുന്നത്? SITയെ ഏൽപ്പിക്കുന്ന എന്താണ് ഹൈക്കോടതി? അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല. അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗം നോക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് മിനിസ്ട്രി ഓഫ് ദേവസ്വമാണ്, ദേവസ്വം വകുപ്പാണ്. അതിന്റെ ലാപ്സ് അല്ല, മറിച്ച് ക്രിമിനൽ കോൺഫറൻസ് ആണുണ്ട്. എവിടെയാണത്? അത് ദേവസ്വം പാർട്ടിലാണുള്ളത്, റിച്വലിസ്റ്റിക് പാർട്ടിലാണുള്ളത്. അവിടെ ആരൊക്കെയാണുള്ളത്? ദേവസ്വം ബോർഡുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, തന്ത്രിയുണ്ട്, പൂജാരിമാരുണ്ട്, മറ്റ് അനുബന്ധ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാർ, ഇടനിലക്കാരെ അടക്കമുള്ളതിലാണ് വരിക. ഇതാണ് കാര്യം. അപ്പൊ നിങ്ങൾ പക്ഷെ എപ്പോഴും കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന എങ്ങോട്ടാണ്? നിങ്ങൾക്ക് എപ്പോഴും പറയുന്നത് കടകംപള്ളി വഴി വാസവൻ വഴി മുഖ്യമന്ത്രിയിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് നരേഷൻ. പക്ഷെ തുടക്കത്തിൽ തന്നെ അത് പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കാതിരിക്കുന്നത് നിങ്ങളേ ഉള്ളൂ. അത് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ മനസ്സിലായിട്ടുണ്ട്. വ്യക്തമാണ്. കാരണം ഇത് ഈ SIT അന്വേഷണം ആവശ്യപ്പെട്ടത് തന്നെ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ. ശ്രീ എം ജയചന്ദ്രൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്,
ഈ രാഹുൽ മാങ്കൂട്ടം വിഷയമാണ്. അത് ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല. മറ്റുള്ള കൊച്ചു കൊച്ചു ക്രൈമുകൾ വ്യക്തികൾ ചെയ്തതൊക്കെ പ്രതിഫലിക്കും. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ അടുത്ത ഭാവി വാഗ്ദാനം എന്നൊക്കെ അവതരിപ്പിച്ച ആൾ, പാലക്കാട് MLA, അത് ചർച്ചയാവില്ലെന്നാണ്. ആണോ? അങ്ങനെയുണ്ടോ തദ്ദേശം സംബന്ധിച്ച്? അല്ല, ഭാവി വാഗ്ദാനം എന്ന് മാത്രമല്ല, പിന്നെ എനിക്ക് ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് ചെറിയാൻ ഫിലിപ്പ്. അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞു പോയത് എന്താണ്, പറഞ്ഞു പോയി എന്ന് ഞാൻ കരുതും കേട്ടോ. പിന്നെ ചെറിയാൻ ഫിലിപ്പ് ആയതുകൊണ്ട് ഭാവി മുഖ്യമന്ത്രിയാണത്രേ. എങ്ങനെ ഉണ്ടാവും ആലോചിച്ചാൽ മതിയല്ലോ. അപ്പോ ഇപ്പോ അതിന്റെ ദുർഗന്ധം കൊണ്ട് ഈ ബഹുമാനപ്പെട്ട MLA പാലക്കാട് MLA പ്രസരിപ്പിക്കുന്ന ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം കൊണ്ട് UDF-ന് കേരളത്തിലൊട്ടാകെ 140 മണ്ഡലങ്ങളുടെയും പ്രവർത്തകർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞത് M ജയചന്ദ്രൻ എന്ന ഈ ഞാനല്ലേ. എന്നെ പഴിചാരരുത് കേട്ടോ തൗഫീഖെ. അത് പറഞ്ഞത് കോൺഗ്രസിന്റെ ഉറച്ച കോൺഗ്രസ്സുകാരനായി നമ്മൾ എന്നും ഏറെ ബഹുമാനിക്കുന്ന കാരശ്ശേരി മാഷാണ് കേട്ടോ. കോൺഗ്രസ് വില കൊടുക്കേണ്ടി വരിക ഇയാളുടെ പേരിലായിരിക്കും എന്ന് പറഞ്ഞ കാരശ്ശേരി മാഷാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ചാനലിൽ നിന്ന് പറയുന്ന ഇതേ വാചകം പറയുന്ന കേട്ടയാളാണ്. അത്ര അസഹനീയമായ ദുർഗന്ധം പ്രസരിപ്പിക്കുന്ന ഒരാളെ നിങ്ങൾ ഇപ്പോ പറയുന്നത് എന്താണ് പറയുന്നത്? അയാളെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അയാളെ MLA സ്ഥാനം രാജി വെച്ചാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്? പക്ഷെ നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, പാലക്കാട്ടെ ജനങ്ങളുടെ ദൗർഭാഗ്യത്തിൽ നിങ്ങൾക്ക് എന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കാനുള്ളത്? നിങ്ങൾ ഇയാളെ ചുമന്നോ? ഇനി 6 മാസം കൂടെയല്ലേ ഉള്ളൂ. നിങ്ങൾ ഇയാളെ ചുമന്നോ എന്നാണോ നിങ്ങൾ ദൗർഭാഗ്യത്തിനാണ് നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്ന ചികിത്സയും പരിഹാരവും അതാണെങ്കിൽ അത് തുറന്നു പറയാൻ തയ്യാറാവണം. നിങ്ങൾ ആർജവം കാണിക്കണം. ഇപ്പൊ ഇവിടെ ഈ ചർച്ചയിൽ ഇരിക്കുന്ന തൗഫീഖ് അല്ലാതെ വെറുതെ അതും പറഞ്ഞ് പോകാൻ കഴിയില്ല.